ഇറാനെ ചൊറിഞ്ഞ് വീണ്ടും പണിയിരുന്ന് വാങ്ങുകയാണ് അമേരിക്ക. ഇറാനിയൻ നാവികസേനയുടെ അഭിമാനമായ ഐറിസ് ഡേന എന്ന പടക്കപ്പലിനെ അമേരിക്കൻ ടോർപിഡോകൾ തകർത്തു. സംഭവത്തിന് പിന്നാലെ അമേരിക്കയ്ക്ക് നേരെ അതിശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തി. പ്രകോപനമൊന്നുമില്ലാതെ അമേരിക്ക നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ഭീഷണിയാണ് അരാഗ്ചി നടത്തിയിരിക്കുന്നത്. തന്റെ വാക്കുകൾ ലോകം കുറിച്ചുവെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരാഗ്ചി അമേരിക്കയ്ക്ക് അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ മണ്ണിൽ നിന്ന് 2000 മൈലുകൾക്കപ്പുറം യാതൊരു പ്രകോപനവുമില്ലാതെ നടത്തിയ ഈ കടന്നാക്രമണം അമേരിക്കയ്ക്ക് കടുത്ത ഖേദം നൽകുന്ന രീതിയിലുള്ള തിരിച്ചടിയായി മാറുമെന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത ശേഷം സമാധാനപരമായി ഇറാനിലേക്ക് മടങ്ങുകയായിരുന്ന ഐറിസ് സേനയാണ് അമേരിക്ക ആക്രമിച്ചത്. ഈ കപ്പലിലുണ്ടായിരുന്ന 130ഓളം നാവികർ യാതൊരുവിധ യുദ്ധ സാഹചര്യത്തിലുമായിരുന്നില്ല. ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാത്രം മാറിയും ശ്രീലങ്കൻ തീരത്ത് നിന്ന് വെറും 40 കിലോമീറ്റർ അകലെയുമാണ് അമേരിക്കൻ ടോർപിഡോകൾ ഈ കപ്പലിനെ ലക്ഷ്യം വെച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും സമുദ്ര അതിർത്തികളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം തികച്ചും ആസൂത്രിതമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. 130 നാവികരിൽ 84 പേരുടെ മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തു കഴിഞ്ഞു. 32 പേരെ മാത്രമാണ് ശ്രീലങ്കൻ നാവികസേനയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ബാക്കിയുള്ളവർക്കായി കടലിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. അമേരിക്ക ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തു. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അമേരിക്ക ഉറപ്പായും നേരിടേണ്ടി വരുമെന്നാണ് അരാഗ്ചി വ്യക്തമാക്കിയത്. ഇതോടെ പശ്ചിമേഷ്യയിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഇറാൻ അമേരിക്കൻ പോരാട്ടം ഇനി ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിലേക്ക് കൂടി പടരുമെന്ന സൂചനയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ നീക്കം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും സമാധാന ദൗത്യം കഴിഞ്ഞ് മടങ്ങുന്ന കപ്പലിനെ ആക്രമിച്ചത് ഭീരുത്വമാണെന്നും ഇറാൻ ആവർത്തിച്ചു. ഇറാനിയൻ നാവികസേനയുടെ കരുത്തിന്റെ അടയാളമായിരുന്നു അമേരിക്ക ആക്രമിച്ച ഐറിസ് ഡേന. ഈ കപ്പലിനെ തകർക്കുക വഴി ഇറാനിയൻ നാവികസേനയുടെ ആത്മവീര്യം കെടുത്തണമെന്നതായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ നടപടി ഇറാന്റെ പ്രതികാരവാഞ്ചയെ കൂടുതൽ ആളിക്കത്തിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ട 84 നാവികരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ ഇറാൻ അടങ്ങിയിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ആക്രമണം നടന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് മറ്റൊരു സവിശേഷത. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ അതിർത്തിക്ക് തൊട്ടടുത്ത് വെച്ച് ഇത്തരമൊരു സൈനിക നീക്കം നടന്നത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയും ഈ സാഹചര്യം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ ഒരിക്കലും ഈ സംഭവത്തെ നിശബ്ദമായി നേരിടില്ലെന്ന് നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നു. ഇറാന്റെ അത്യാധുനിക ഡ്രോണുകളും മിസൈൽ സംവിധാനങ്ങളും അമേരിക്കൻ ലക്ഷ്യങ്ങൾക്കെതിരെ എപ്പോൾ വേണമെങ്കിലും തിരിയാം. അമേരിക്ക സൃഷ്ടിച്ച ഈ പുതിയ സാഹചര്യം കാരണം ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യവും ഇപ്പോൾ ഭീഷണിയിലാണ്. ഐറിസ് ഡേനയുടെ തകർച്ചയെ ഒരു വൻ ദുരന്തമായിട്ടാണ് ഇറാൻ കാണുന്നത്. എന്നാൽ ഈ ദുരന്തത്തിൽ നിന്ന് വലിയൊരു തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഈ കടന്നുകയറ്റം ഒരിക്കലും വിസ്മരിക്കപ്പെടില്ലെന്നും തക്കതായ സമയത്ത് തക്കതായ രീതിയിൽ പ്രതികരിക്കുമെന്നും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ഇറാനിലെ തെരുവുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. തങ്ങളുടെ നാവികരെ കൊന്നൊടുക്കിയ അമേരിക്കയ്ക്ക് കനത്ത മറുപടി നൽകണമെന്നാണ് ഒരേ സ്വരത്തിൽ ഇറാനിയൻ ജനത ആവശ്യപ്പെടുന്നത്. സൈനികമായും നയതന്ത്രപരമായും അമേരിക്കയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇറാൻ ഇപ്പോൾ നടത്തിവരുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പരിസര പ്രദേശങ്ങളിലും സൈനിക സാന്നിധ്യം വർദ്ധിക്കാനാണ് സാധ്യത. ഇറാൻ തങ്ങളുടെ തിരിച്ചടിക്കുള്ള ഒരുക്കങ്ങൾ രഹസ്യമായി പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായ ആക്രമണത്തിന് അപ്രതീക്ഷിതമായ തിരിച്ചടി എന്ന നയമായിരിക്കും ഇറാൻ സ്വീകരിക്കുക. ഓരോ ഇറാനിയൻ സൈനികനും ഇപ്പോൾ വലിയൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇത്തരം നടപടികൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന അഭ്യർത്ഥനയും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഐറിസ് ഡേനയുടെ തകർച്ചയുടെയും നാവികരുടെ വിയോഗത്തിന്റെയും ആഘാതത്തിൽ നിന്ന് ഇറാൻ വൈകാതെ കരകയറും. എന്നാൽ ആ ആഘാതം വലിയൊരു തിരിച്ചടിയായി അമേരിക്കയ്ക്ക് നേരെ തിരിയുമെന്ന മുന്നറിയിപ്പാണ് അബ്ബാസ് അരാഗ്ചി നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സേനയുടെ ഓരോ ചലനവും ഇനി ഇറാന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരിക്കും. തങ്ങളുടെ ഓരോ നാവികന്റെയും ജീവന് പകരം അവർ അമേരിക്കയോട് കണക്ക് ചോദിക്കാൻ ഇറാൻ സജ്ജമായി കഴിഞ്ഞു എന്ന് വേണം ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ.